ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം അതിൻ്റെ 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 9-ാം അധ്യായത്തിൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് ചിലർ മടങ്ങി വരുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രവാസത്തിൽ പോകാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവം മുൻപാകെയുള്ള അവരുടെ അവിശ്വസ്തതയാണ്. ദൈവം വിശ്വസ്തനാകിയാൽ ദൈവമക്കളും വിശ്വസ്തരായിരിക്കണമെന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അവിശ്വസ്തത എന്ന് പറയുന്നത് യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല അവിശ്വസ്തത. അവിശ്വസ്തത മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കെ അതിനെതിരായുള്ള ഒരു പ്രവണതയാണ് അവിശ്വസ്തത. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവ്വപിതാക്കന്മാരെ മിസ്രയീം അടിമത്തിൽ ദൈവം കൊണ്ടുവന്നതും വാഗ്ദത്ത പിതാക്കന്മാരുടെ ചരിത്രവും ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളും മരുഭൂമി യാത്രയിൽ അത്ഭുതകരമായി അവരെ വഴിനിർത്തിയ കാര്യങ്ങളൊക്കെ അവർക്ക് മനഃപ്പാഠമാണ്. അത് അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ദൈവത്തിൻ്റെ കരുതൽ. അപ്പോഴാണ് ദൈവത്തോട് അവർ അവിശ്വസ്തത കാണിച്ചു അന്യദേവന്മാരെ ആരാധിക്കുകയും യഹോവയായ ദൈവത്തെ മറക്കുകയും ചെയ്തു. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതെന്ന് ഇവിടെ ദിനവൃത്താന്ത എഴുത്തുകാരൻ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും ആവശ്യപ്പെടുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെല്ലാം നമുക്കത് കാണാം. ദൈവം നമ്മിൽ നിന്ന് ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തോടുള്ള വിശ്വസ്തതയും ദൈവത്തോടുള്ള സ്നേഹവുമാണ്. ആ സ്നേഹത്തിന് കുറവ് വരുമ്പോഴാണ് അത് അവിശ്വസ്തതയിലേക്ക് പോകുന്നത്. എല്ലാറ്റിനേക്കാൾ ഉപരിയായി മുഖ്യമായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തിനെതിരായ വലിയ പാപമായി മാറ്റപ്പെടുകയാണ്. പ്രവാസത്തിന് ആദ്യം മടങ്ങി വന്നവരെ ഇസ്രായേല്യർ, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അവിടുത്തെ പുരോഹിതന്മാർ, ലേവ്യർ, യഹൂദ, ബെഞ്ചമിൻ, എബ്രയീം, മനശ്ശെ എന്നീ ഗോത്രങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് ആദ്യം മടങ്ങി വരുന്നതായി ഇവിടെ രേഖപ്പെടുത്തുന്നു. 10 മുതലുള്ള വാക്യങ്ങളിൽ ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും അവരിലെ പ്രമുഖരും നേതാക്കളുമായിരുന്നവരുടെ പേരുകൾ നമ്മളിവിടെ വായിക്കുന്നു. ദേവാലയത്തിൽ യാഗമർപ്പിച്ചിരുന്നവർ, യാഗാദി കാര്യങ്ങളിൽ അവരെ സഹായിച്ചിരുന്നവർ, കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായതിന് വാതിലുകളുണ്ടായിരുന്ന വാതിൽ കാവലിൽ നിന്ന ആളുകൾ, യാഗാദി കാര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നവർ, അതുപോലെ തന്നെ സംഗീതജ്ഞന്മാർ, അറകൾ, നിക്ഷേപങ്ങൾ സൂക്ഷിച്ചിരുന്നവർ, അതുപോലെ തന്നെ അവരുടെയൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുകയാണ്. അങ്ങനെ പ്രത്യേകം അവരെ നിയമിച്ചത് ദാവീദും ശമൂവേലുമായിരുന്നു എന്നും പ്രത്യേകം പറയുന്നുണ്ട്. സമാഗമന കൂടാരമുണ്ടാക്കിയപ്പോൾ ശമൂവേലും ദാവീദും അതിന് കൊടുക്കുന്ന നേതൃത്വങ്ങളൊക്കെ ഇതിനു മുൻപുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. ആ ഒരു വലിയ ക്രമീകരണം വളരെ ഇവരുടെ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയേറെ ഡിസിപ്ലിനായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു കാര്യത്തിനും അവർ വ്യത്യാസം വരുത്താതെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തു വന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമുക്ക് ആവശ്യം അതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അവരുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ആരാധനയായിരുന്നു. സമാഗമന കൂടാരം സ്ഥാപിച്ചപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു,
കൂടാരം അവർ സ്ഥാപിക്കുന്നതിൻ്റെ നടുവിലായിരിക്കണം സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ഏത് കൂടാരത്തിൽ നിന്ന് നോക്കിയാലും ദൈവത്തിൻ്റെ ആലയം കാണണം. ദൈവത്തിൻ്റെ ആലയം കാണുമ്പോൾ ആദ്യം ഓർക്കുന്നത് ദൈവത്തെയാണ്. ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും പ്രമുഖ സ്ഥാനം ദൈവത്തിനും ആരാധനയ്ക്കും കൊടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയായിരുന്നു ഇസ്രായേൽ ജനം ജീവിച്ചു വന്നത്. അങ്ങനെ ജീവിച്ച ജനമാണ് ജീവിത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അവിശ്വസ്തതയിലേക്ക് പോകുന്നതും ദൈവത്തെ മറക്കുന്നതും. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം സെൻറ്റർ ആരാധനയായിരുന്നു, ദൈവമായിരുന്നു. ദൈവത്തെ അവിടെ പ്രാർത്ഥിക്കാത്ത, ആരാധിക്കാത്ത, ദൈവത്തെ അന്വേഷിക്കാത്തൊരു ദിവസം അവിടെയൊന്നും ജീവിതത്തിലില്ലായിരുന്നു. കാരണം അന്ന് ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. എന്നും യുദ്ധഭീഷണിയാണ് ഇസ്രായേൽ ജനത്തിന്. ദാരിദ്ര്യമുണ്ട്, ക്ഷാമമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരെപ്പോഴും ദൈവത്തോടുള്ള ബന്ധം അവർക്കുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തും അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. അതവരെ ദൈവത്തോട് കൂടുതൽ ബന്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ച? സമൃദ്ധിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നിനും ഒരു കുറവുമില്ല. അതിമനോഹരമായ ദൈവാലയങ്ങളുണ്ട്. ഇഷ്ടം പോലെ സാധന സാമഗ്രികൾ ദൈവാലയത്തിലുണ്ട്. മുടക്കം കൂടാതെ ആരാധനകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ആർക്കും ക്ഷാമം എന്ന് പറയത്തക്കവണ്ണം ഇവിടെ ഒന്നുമില്ല. സമൃദ്ധിയാണ്. ഭക്ഷണ കാര്യങ്ങളിലായാലും വസ്ത്രത്തിൻ്റെ കാര്യങ്ങളിലായാലും പാർപ്പിട കാര്യങ്ങളിലായാലും എല്ലായിടത്തും സമൃദ്ധിയുടെ വലിയ അനുഭവമാണ്. അത് വരുമ്പോഴാണ് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് മറ്റ് രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ആണ് ദാരിദ്ര്യം വാസ്തവത്തിൽ ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ നമ്മെ അടുപ്പിക്കുന്ന ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് അരുളിച്ചെയ്ത് വായിച്ചതാണ്. യിരെമ്യാ 2:1-2 വാക്യങ്ങൾ. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹ നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്നാണ്. സീനായി ഉടമ്പടിയായിരുന്നു ഇസ്രായേലിനുമായുള്ള വിവാഹ ഉടമ്പടി. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശമായിരുന്നുകൊണ്ട് അവർക്ക് ഭൂമിയിൽ നിന്നൊന്നും ലഭിക്കാഞ്ഞിരുന്നുകൊണ്ട് ദൈവത്തോട് വലിയ പ്രാർത്ഥനയും ബന്ധവും അവർക്കുണ്ടായിരുന്നു. ദിവസവും അപ്പത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടിയൊക്കെ അവർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. സമൃദ്ധി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാനുള്ള പ്രവണത മനുഷ്യനുണ്ടാവുക സ്വാഭാവികമാണ്. ഇസ്രായേൽ ജനത്തിന് അതാണ് സംഭവിച്ചത്. നമ്മുടെ ജീവിതവുമായി ഇതിനെ താരതമ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് 35 മുതലുള്ള വാക്യങ്ങൾ ശൗലിൻ്റെ പിതൃപുത്ര പരമ്പരയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ ശൗൽ രാജാവിൻ്റെ മരണത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ വായിച്ചതാണ്. അതാണ് പറയുന്നത്. അതിൻ്റെ ഒരു ആമുഖമായിട്ടായിരിക്കാം ഈ അധ്യായത്തിൻ്റെ അവസാനം ശൗലിനെക്കുറിച്ച് പറയാനും കാരണമായി തീർന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ അധ്യായത്തിലെ പ്രധാന ചിന്താവിഷയം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ദൈവത്തോടുള്ള ആ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങൾക്കതിനെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളൊക്കെ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ മാറ്റുകൂട്ടുന്ന അനുഭവങ്ങളായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.